ദേവിക, നമുക്കറിയാം രാജ്യസഭ MP ആയി തെരഞ്ഞെടുത്തതിന് ശേഷം ആദ്യമായി അദ്ദേഹം ജന്മനാട്ടിലേക്ക് എത്തുകയാണ്. ആ സമയത്ത് തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ ആയിരക്കണക്കിന് പ്രവർത്തകരുടെ അകമ്പടിയോടുകൂടി വലിയൊരു സ്വീകരണം തന്നെയാണ് BJP നേതൃത്വം അദ്ദേഹത്തിന് ഒരുക്കിയത്. അദ്ദേഹത്തിന് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ഹാരമിട്ട് സ്വീകരിച്ച് പുഷ്പവൃഷ്ടി നടത്തി. അവിടെ നിന്ന് അദ്ദേഹത്തെ പൊന്നാടയണിയിച്ച് ആദരിച്ച് ഇവിടെ നിന്ന് വാഹന മാർഗമായാണ് നേരെ അദ്ദേഹത്തിൻ്റെ നാടായ ഉരുവച്ചാലിലേക്ക് പോവുക. അവിടെ പൊതുപരിപാടി സ്വീകരണ പരിപാടിയും നിശ്ചയിച്ചിട്ടുണ്ട്. ആയിരക്കണക്കിന് ആൾക്കാർ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വലിയൊരു പരിപാടി തന്നെയാണ് അവിടെയും BJP ലക്ഷ്യമിടുന്നത്. ഇപ്പോൾ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനാണുള്ളത്. അവിടെ നിന്ന് സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് അദ്ദേഹത്തെ ഉരുവച്ചാലിലേക്ക് കൊണ്ടുപോവുക. നമുക്കറിയാം C. സദാനന്ദൻ മാസ്റ്ററെ MP ആയുള്ള സ്ഥാനാരോഹണം അദ്ദേഹത്തെ സംബന്ധിച്ചും ഇവിടുത്തെ കണ്ണൂർ ജില്ലയിലെ പ്രവർത്തകരെ സംബന്ധിച്ചും വലിയൊരു ആവേശം തന്നെയാണ് എന്ന കാലത്ത് യാതൊരു തർക്കവുമില്ല. മാത്രമല്ല സംഘടനയ്ക്കായി ജീവനും ജീവിതവും അർപ്പിച്ച ആയിരക്കണക്കിന് സ്വയംസേവകരുള്ള അല്ലെങ്കിൽ BJP പ്രവർത്തകരുള്ള ഒരു ജില്ലയാണ് കണ്ണൂർ. അവർക്കൊക്കെ കിട്ടിയ ഒരു അംഗീകാരമായിട്ട് കൂടിയാണ് സദാനന്ദൻ മാസ്റ്ററുടെ ഈ ഒരു രാജ്യസഭ MP സ്ഥാനത്തെ പ്രവർത്തകർ ഒന്നടങ്കം നോക്കിക്കാണുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഒരു വൈകാരികമായൊരു നിമിഷം കൂടിയാണ് തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. കാരണം പ്രവർത്തകരെ സംബന്ധിച്ച് അത്രയേറെ പ്രിയപ്പെട്ട ഒരു നേതാവാണ് സദാനന്ദൻ മാസ്റ്റർ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ ഒരു രാജ്യസഭാ MP സ്ഥാനം കിട്ടിയത് പ്രവർത്തകരെ സംബന്ധിച്ചൊരു അംഗീകാരമായി അവർ കണക്കുകൂട്ടുന്നത് മാത്രമല്ല, മുന്നോട്ടുള്ള പ്രവർത്തനത്തിന് ഊർജ്ജമായി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഈ രാജ്യസഭാ MP സ്ഥാനത്തെ പ്രവർത്തകരും കാണുന്നത്. എത്രത്തോളം പ്രാധാന്യമുണ്ട് അദ്ദേഹത്തിൻ്റെ ഈ ഒരു MP സ്ഥാനത്തിന് എന്നുള്ളതിൻ്റെ നേർക്കാഴ്ച തന്നെയാണ് ഈ ഒരു സ്വീകരണ പരിപാടിയിലേക്ക് ഒഴുകിയെത്തിയ ആളുകളുടെ എണ്ണം സൂചിപ്പിക്കുന്നതിലും ഇവിടെ നിന്ന് വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടുകൂടി അദ്ദേഹത്തെ നേരെ ഈ സ്വീകരണ പരിപാടി നടക്കുന്ന ഉരുവച്ചാലിലേക്കാണ് എല്ലാവരും കൂടി പോവുക. തുടർന്ന് അവിടെ വലിയ പൊതുപരിപാടി സ്വീകരണ പൊതുപരിപാടിയും അദ്ദേഹത്തിനായി ഒരുക്കിയിട്ടുണ്ട്. പ്രവർത്തകരെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞ വലിയൊരു അംഗീകാരമാണ്. ഏറെ നാളത്തെ കാത്തിരിപ്പ് CPM-ന്റെ അക്രമ രാഷ്ട്രീയത്തിന് എങ്ങനെയൊക്കെ അക്രമ രാഷ്ട്രീയത്തിലൂടെ സംഘടനാ പ്രവർത്തനത്തെ ഇവിടെ തകർക്കാൻ ശ്രമിച്ചോ അതിൻ്റെ 10 മടങ്ങ് ശക്തിയോടെ ഇവിടെ സംഘടനാ പ്രവർത്തനം ശക്തിയാവുന്നത് നാം കണ്ടിട്ടുണ്ട്. സദാനന്ദൻ മാസ്റ്ററെ ആക്രമിച്ചപ്പോൾ അദ്ദേഹം ഇനി നടന്നുകൊണ്ട് സംഘടനാ പ്രവർത്തനം നടത്തരുത് എന്ന് കരുതിയ ആളുകളുടെ മുന്നിൽ കൂടി തന്നെ അദ്ദേഹം ഇരുകാലുകളിൽ നടന്നു വന്ന് രാജ്യസഭയിലേക്ക് പടികൾ ചവിട്ടിക്കയറുന്നത് നമ്മൾ കണ്ടതാണ്. ആ ഒരു തരത്തിൽ ഒരു അംഗീകാരമായി തന്നെയാണ് പ്രവർത്തകർ ഓരോരുത്തരും അദ്ദേഹത്തിൻ്റെ ഈ ഒരു നേട്ടത്തെ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്കറിയാം ഈ പരിപാടിയിലെ ഒരു ജനസഞ്ചയം എന്ന് പറയുന്നത് എത്രത്തോളമാണ് എന്നുള്ളത് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണുന്നുണ്ട്. അത് ആ പ്രവർത്തകർക്ക് കിട്ടിയ ഒരു അംഗീകാരമായി തന്നെയാണ് ഓരോരുത്തരും കാണുന്നത്. മാത്രമല്ല സംസ്ഥാനത്ത് തന്നെ ഏറ്റവും അധികം സംഘടനയ്ക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ആളുകളുള്ളൊരു മേഖല കൂടിയാണ് ഈ തലശ്ശേരി എന്ന് പറയുന്നത്. ആ തലശ്ശേരിയെ സംബന്ധിച്ച് ഇതൊരു വൈകാരികമായൊരു നിമിഷം കൂടിയാണ് എന്ന് പറയുന്നതിൽ യാതൊരു തർക്കവുമില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അത്രയേറെ പ്രാധാന്യം അദ്ദേഹത്തെ ഈ ഒരു അദ്ദേഹത്തിൻ്റെ ഈ MP സ്ഥാനത്തെ ആളുകൾ നോക്കിക്കാണുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു ഗംഭീര വരവേൽപ്പ് MP ആയി കണ്ണൂർ ജില്ലയിലേക്ക് ആദ്യമായി അദ്ദേഹം എത്തുമ്പോൾ BJP പ്രവർത്തകർ ഒന്നടങ്കം ഒരുക്കി നൽകുകയും ചെയ്തത്. BJPയുടെ സംസ്ഥാന ജില്ലാ നേതാക്കളൊക്കെ തന്നെ ഈ ഒരു സ്വീകരണ പരിപാടിയിൽ അണിനിരന്നിട്ടുണ്ട്. ആയിരക്കണക്കിന് പ്രവർത്തകർ ഈ ഒരു സ്വീകരണ പരിപാടിയിലേക്ക് ഒഴുകിയെത്തുകയും ചെയ്തിട്ടുണ്ട്. അല്പസമയത്തിനകം ഇവിടെ നിന്ന് വാഹന അകമ്പടിയായി ഇവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ നാടായ ഉരുവച്ചാലിലേക്ക് പോകും. അവിടെ വെച്ചിട്ടായിരിക്കും സ്വീകരണ പൊതുപരിപാടി നടത്തുക. ഏതായാലും പ്രവർത്തകരെ സംബന്ധിച്ച് ഒരു അംഗീകാരമാണ്, ആവേശമാണ്. സദാനന്ദൻ മാസ്റ്ററെ സംബന്ധിച്ച് അവർക്കൊരു വൈകാരികമായ ഒരു ബന്ധം കൂടി പ്രവർത്തകരുമായി എപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സ്വീകരണ പരിപാടിയിലേക്ക് ഇത്രയധികം ആളുകൾ ഒഴുകിയെത്താനൊരു പ്രധാനപ്പെട്ട കാരണവും തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അതിഗംഭീരമായ സ്വീകരണവും ഏറ്റുവാങ്ങി അദ്ദേഹം ഇതായപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ പുറത്തേക്ക് എത്തുകയാണ്. അവിടെ നിന്ന് വാഹന ജാഥയായിട്ടാണ് ഉരുവച്ചാലിലെ ആ സ്വീകരണ സ്ഥലത്തേക്ക് അദ്ദേഹം പോവുക. അതിനും കാത്തിരുന്ന ഒരു നിമിഷത്തിനാണ് ഇവിടെ സാഫല്യമായിരിക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ MP സ്ഥാനം എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിലെ എല്ലാ സംസ്ഥാനത്തെ ആകെയുള്ള BJP RSS പ്രവർത്തകരെ സംബന്ധിച്ച് വലിയൊരു അംഗീകാരം തന്നെയാണ്. അവർക്ക് മുന്നോട്ടുള്ള പ്രവർത്തനത്തിന് ഒരു മുതൽക്കൂട്ട് കൂടിയായി അദ്ദേഹത്തിൻ്റെ ഈ ഒരു സ്ഥാനം മാറുകയാണ്. അതുകൊണ്ട് തന്നെ ഏറെ വൈകാരികമായ ഒരു അന്തരീക്ഷത്തിൽ തന്നെയാണ് തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ
വേദിയായതും അത് തന്നെയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ദേവിക. ശരി. തീർച്ചയായും നമുക്കറിയാം അദ്ദേഹം ആക്രമിക്കപ്പെട്ട അതേ ഇടത്ത് അദ്ദേഹം രാജ്യസഭാ MP ആയി വന്നിറങ്ങുന്ന കാഴ്ച തന്നെയാണ് അല്പസമയത്തിനകം വേദിയാവുക. തലശ്ശേരിയിൽ നിന്ന് ഏതാണ്ട് 20 കിലോമീറ്ററോളം ഉണ്ട് അവിടത്തേക്ക്. ഇവിടുന്ന് വാഹന ജാഥയായിട്ടാണ് സദാനന്ദ മാസ്റ്ററുടെ നാടായ ഈ ഉരുവച്ചാലിലേക്ക് പോവുക. കഴിഞ്ഞ ദിവസം CPM-കാർ പരിപാടി നടത്തി സദാനന്ദ മാസ്റ്ററെ അവഹേളിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതേ സ്ഥലത്തേക്ക് രാജ്യസഭാ MP ആയി സദാനന്ദൻ മാസ്റ്റർ നടന്നെത്തുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണുള്ളത്. അതിലും വളരെ വൈകാരികമായൊരു അന്തരീക്ഷത്തിൽ ഇപ്പോൾ മാഷിവിടെ മാഷ് സംസാരിക്കാൻ നോക്ക്. മാഷെ, എങ്ങനെയാണ് ഈ ഒരു സ്വീകരണ പരിപാടി? കണ്ണൂരിൽ പുതിയ നാളുകളുടെ വരവ് അറിയിച്ചുകൊണ്ടാണ് ദേശീയവാദികളായ സഹോദരങ്ങൾ ഈ സ്വീകരണം ഒരുക്കിയിട്ടുള്ളത്. കണ്ണൂരിൻ്റെ ചിത്രം മാറുകയാണ്. ദേശീയ ശക്തികൾക്ക് അനുകൂലമായൊരു അന്തരീക്ഷം നാടെങ്ങും ഉയരുന്നുണ്ട്. രാഷ്ട്രീയ സംസ്കാരം തന്നെ മാറ്റിമറിക്കാനുള്ള ആവേശത്തിലാണ് സഹപ്രവർത്തകരെല്ലാവരും. അത് കാണുമ്പോൾ അങ്ങേറ്റ സന്തോഷമുണ്ട്. ചുമതലാബോധം കൂടുകയാണ്. ഇനിയിപ്പോൾ മുന്നോട്ടുള്ള ദൗത്യത്തെ എങ്ങനെ കാണുന്നു? വികസിത ഭാരതം, അതാണ് നമ്മുടെ ദൗത്യത്തെക്കുറിച്ച് പറയാനുള്ളത്. വികസിത ഭാരതത്തിന് അനുബന്ധമായി വികസിത കേരളം, വികസിത കണ്ണൂർ, വികസിത തലശ്ശേരി, ഇതൊക്കെയാണ് ഇനി അങ്ങോട്ടുള്ള നമ്മുടെ പ്രവർത്തനത്തിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ. രാഷ്ട്രീയ എതിരാളികളുടെ വിമർശനങ്ങളൊക്കെ എങ്ങനെ കാണും? അത് കേവലം വില കുറഞ്ഞ രാഷ്ട്രീയ വാദങ്ങൾ മാത്രമായിട്ടാണ് കാണുന്നത്. അതിനുവേണ്ടി സമയം ചെലവഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതങ്ങ് വിട്ടുകളയാം. ഇതിനും ഇപ്പോൾ സ്വീകരണം ഏറ്റുവാങ്ങി വാക്കുകൾ നമ്മൾ കേട്ടതാണ്. ഈ ചില വില കുറഞ്ഞ വിമർശനങ്ങൾ, അല്ലെങ്കിൽ അതിനെ വിമർശനങ്ങളിൽ കാമ്പുണ്ടെങ്കിലേ അതിന് പ്രതികരിക്കേണ്ടതുള്ളൂ എന്നാണ് സദാനന്ദൻ മാസ്റ്റർ പറയുന്നത്. ഈയൊരു സാഹചര്യത്തിൽ ഇത്തരം വില കുറഞ്ഞ പ്രതികരണങ്ങൾക്ക് മറുപടി നൽകേണ്ടതില്ല എന്ന് കൂടിയാണ് സദാനന്ദൻ മാസ്റ്റർ പറഞ്ഞു വയ്ക്കുന്നത്. ഇവിടെ നിന്ന് വാഹന ജാഥയായിട്ടാണ് നേരെ ഉരുവച്ചാലിലേക്ക് പോകുന്നത്. വളരെ ആവേശകരമായ ഒരു സ്വീകരണം തന്നെയാണ് BJP പ്രവർത്തകർ കണ്ണൂരിൽ ആദ്യമായി MP സ്ഥാനം ഏറ്റെടുത്ത ശേഷം ആദ്യമായി കണ്ണൂരിലെത്തുന്ന സദാനന്ദൻ മാസ്റ്റർക്കായി കണ്ണൂരിൽ ഒരുക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് അല്പസമയത്തിനകം തന്നെ ഈ ഒരു സ്വീകരണ പരിപാടി, പൊതുപരിപാടിയിൽ പങ്കെടുക്കുവാനായി എത്തും. അദ്ദേഹം ഏതായാലും ഇപ്പോൾ ഒരു വാഹനത്തിൽ വാഹന ജാഥയായിട്ടാണ് ഇവിടെ നീ ഉരുവച്ചാൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവുക. അവിടെയാണ് ഈ സ്വീകരണ പൊതുപരിപാടി നിശ്ചയിച്ചിരിക്കുന്നത്. ദേവിക, കഴിഞ്ഞ ദിവസം ഈ MP ജയരാജനൊക്കെ അധിക്ഷേപിച്ച് അതേ സ്ഥലത്ത് MP ആയി C സദാനന്ദൻ മാസ്റ്റർ കടന്നെത്തുന്നു എന്നൊരു പ്രത്യേകത കൂടി ഇന്നത്തെ ദിവസത്തിന് ഉണ്ട്. ദേവിക, ഓക്കെ.